നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളായി കേരള സർക്കാരും ഗതാഗത വകുപ്പുമൊക്കെ വിവാദത്തിലാണ്. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ പിന്നിൽ സംഭവിച്ചത് എന്തൊക്കെയാണ്? നിരവധി കാര്യങ്ങൾ നമുക്ക് ചുറ്റും പ്രചരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ വാസ്തവത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് എത്രത്തോളം അഴിമതി ഇതിന് പിന്നിലുണ്ടെന്നും സർക്കാരിൻ്റെ കൈകളിൽ നിന്ന് കൈമറിഞ്ഞ് ഇത് ഏതൊക്കെ തലങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാവുന്നത്. ഇത് സംബന്ധിച്ച് ചർച്ചകൾക്കായി രാഷ്ട്രീയ നിരീക്ഷകനും അഭിഭാഷകനുമായ KM ഷാജഹാൻ നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം സാർ. സാർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകൾ സ്ഥാപിച്ചതിൽ SRIT എന്ന് പറയുന്നൊരു കമ്പനിക്ക് കെൽട്രോൺ തന്നെ ഉപകരാർ കൊടുത്തിരിക്കുന്നു. അതും പോരാതെ ഈ SRIT വീണ്ടും ഉപകരാർ കൊടുത്തിരിക്കുന്നു. ഇതിലൊക്കെ പ്രസക്തമായ മറ്റൊന്ന്, SRITക്ക് ഈ കരാറ് കെൽട്രോൺ കൊടുക്കുമ്പോഴുള്ള മാനദണ്ഡങ്ങൾ ഇവരെങ്ങനെയായിരിക്കും കണക്ക് കൂട്ടിയത് എന്നാണ്. ഇവർക്ക് മുൻ പരിചയമില്ല. ഇതിൽ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകൾ സ്ഥാപിച്ച സമയത്ത് നമ്മളിതിനു മുമ്പ് ചർച്ച ചെയ്തിരുന്നു. അതെ. അപ്പോൾ ആ ചർച്ചയിലൂടെ നമ്മൾ പറഞ്ഞത് ഇത് നടപ്പിലാക്കുമ്പം ഉണ്ടാകാൻ പോകുന്ന പൊതുജനങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടാണ് നമ്മൾ അന്ന് ചർച്ച ചെയ്തത്. എനിക്കൊന്ന് ആ ചർച്ചയുടെ ഇടയിലും നമ്മൾ വളരെ ആകസ്മികമായി ഇതിൻ്റെ ഒരു അഴിമതിയെക്കുറിച്ചിട്ട് നമ്മളൊന്ന് പറഞ്ഞു പോയിരുന്നു. കാരണം ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ തന്നെ ഏതാണ്ട് 226 ക്യാമറകൾ 232 കോടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായൊരു ക്യാമറയ്ക്ക് ഒരു 10-30 ലക്ഷം രൂപ വില വരുന്നുണ്ടല്ലോ. അതിന് എന്തൊക്കെയോ ചില അസ്വാഭാവികതകൾ ഉണ്ടല്ലോ എന്ന് നമ്മൾ അന്ന് വളരെ ഇൻഅഡ്വർട്ടൻ്റായിട്ട് വളരെ ആകസ്മികമായിട്ട് നമ്മൾ പറഞ്ഞു പോയി. എന്നാൽ ഇപ്പോൾ ചർച്ച മുഴുവൻ ഇതിനകത്ത് നടന്നിട്ടുള്ള കൊടിയ അഴിമതിയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവന്നത് മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല ഇപ്പോഴും വളരെ ശക്തമായി കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തി ഈ മേഖലയിൽ രംഗത്ത് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലേക്ക് നമ്മൾ വന്നാൽ പ്രാഥമികമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതൊരു പെരും കൊള്ളയാണ് എന്നുള്ളതാണ്. ഒരു മുഖമാണ് ഈ SRIT എന്നാണ് ശോഭ റിനേസൻസ് അല്ലേ, റിനേസൻസ് IT സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ SRIT എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള മധു നമ്പ്യാർ എന്ന് പറഞ്ഞൊരു കണ്ണൂർക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പ്രധാനമാണ്. കാരണം ഇതുപോലുള്ള കാര്യങ്ങളിലെല്ലാം ഈ പല വിഷയങ്ങളിലും പ്രഭവ സ്ഥാനത്ത് നിൽക്കുന്നത് കണ്ണൂർക്കാരാണ് എന്നുള്ളത് കൊണ്ടാണ് ഇദ്ദേഹത്തെ കണ്ണൂർക്കാരെന്നുള്ളത് ഞാൻ അടിവരയിട്ട് പറയാൻ കാര്യം. അപ്പോൾ ആ SRIT എന്ന് പറഞ്ഞ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള മധു നമ്പ്യാർ എന്ന് പറഞ്ഞ ആ വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിമുടി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു പദ്ധതിയാണിത് എന്ന് ബോധ്യമാകും. പക്ഷേ ഈ സാഹചര്യത്തിൽ ഒരു കാര്യം കൂടെ നമ്മൾ എടുത്തു പറയേണ്ടി വരും. സർക്കാരിൻ്റെ K-ഫോണിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഉത്തരവാദിത്വവും ഇതേ കമ്പനിക്കാണ്. K-ഫോണിൻ്റേത് ഇപ്പം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞൊക്കെ തന്നെ ഇത് മറ്റ് പദ്ധതികളിലൊക്കെ തന്നെ ഇവരുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ മധു നമ്പ്യാർ തന്നെ വളരെ വ്യക്തമായി ഇതിനകത്ത് അഴിമതിയുണ്ട് എന്ന് നമ്മളോട് പറയുന്നുണ്ട്. ഇപ്പോൾ മധു നമ്പ്യാരുടെ അഭിമുഖം ഞാനിന്ന് 2 പ്രാവശ്യം കണ്ടുപോയി. അപ്പോൾ അദ്ദേഹം തുടക്കത്തിൽ പറയുന്നതാണ് 4 കമ്പനികൾ, ഒന്ന് മഹാരാഷ്ട്രയിലുള്ള കമ്പനി, ഒന്ന് ഹൈദരാബാദിലുള്ള കമ്പനി, ഒന്ന് ഗുജറാത്തിലുള്ള കമ്പനി, ഒന്ന് ബാംഗ്ലൂർ SRIT. ഇവർ 4 പേരുമാണ് ടെൻഡറിൽ പങ്കെടുത്തതെന്നും ഓപ്പൺ ടെൻഡർ ആയിരുന്നു. ആ ടെൻഡറിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് ഞങ്ങൾ വന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങളെ തിരഞ്ഞെടുത്തു എന്നുമാണ് അദ്ദേഹം ആ ഭാഗത്ത് പറഞ്ഞു വയ്ക്കുന്നത്. ആ ഭാഗം നമ്മൾ പരിശോധിച്ചാൽ തന്നെ ഇയാൾ പറയുന്നതിനകത്ത് ഉള്ള ഒരുപാട് അബദ്ധങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കാരണം ഒരു ടെൻഡർ എന്ന് പറഞ്ഞാൽ ഇത് വളരെ സാങ്കേതികമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയാണല്ലോ AI ക്യാമറ എന്ന് പറഞ്ഞാൽ ട്രാഫിക് ക്യാമറ. സ്വാഭാവികമായും ഞാൻ പറഞ്ഞ ഏത് ടെൻഡറുകളായാലും ആ ടെൻഡറുകൾക്ക് 2 ഘടകങ്ങളുള്ളതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലൊന്ന് സാങ്കേതികമായി ഈ പദ്ധതി ചെയ്യാൻ കെൽപ്പുള്ളവരാണോ എന്നുള്ളതാണ് ഒന്ന്. 2 സാമ്പത്തികമായി ഇത് ചെയ്യാൻ കെൽപ്പുള്ളവരാണോ എന്നുള്ളതാണ് 2. ഒന്ന് സാങ്കേതികമായിട്ടുള്ളത് ടെക്നിക്കൽ ബിഡ് എന്ന് പറയും, സാമ്പത്തികമായിട്ടുള്ളത് ഫിനാൻഷ്യൽ ബിഡ് എന്ന് നമ്മൾ പറയും. അതിൽ തന്നെ സാങ്കേതികമായിട്ടുള്ള ബിഡിൽ
പാസ്സാകാൻ കഴിയണമെങ്കിൽ മറ്റ് കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ മേഖലയിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള തെളിവുകൾ ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ട്രാഫിക് ക്യാമറകൾ സ്ഥാപിക്കുന്ന ഒരു പദ്ധതിയാകുമ്പോൾ അടിസ്ഥാനപരമായി തന്നെ അതിൽ തിരഞ്ഞെടുക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പദ്ധതികൾ മറ്റ് സ്ഥലങ്ങളിൽ നടത്തിയ പരിചയം ഉണ്ടാവണം. അല്ലാതെ വെറും ഒരു IT കമ്പനിയാണ് എന്നുള്ളത് കൊണ്ട് ഇതിനകത്ത് ലോവസ്റ്റ് വരാനുള്ള സാധ്യത കുറവാണ്. കാരണം ഒരുപാട് IT കമ്പനികളുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ കേരളത്തിൽ ഡേറ്റാ സെൻറ്ററുകൾ നടത്തുന്നത് സംബന്ധിച്ച് ടെൻഡർ വിളിച്ചിരുന്നു കുറച്ച് കാലം മുമ്പ്. അപ്പോൾ അതിൽ പറഞ്ഞെന്താണ്, അതിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്കൽ ബിഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇതുപോലെ എത്ര ഡേറ്റാ സെൻറ്ററുകൾ എവിടെയൊക്കെ നടത്തിയിട്ടുണ്ട്, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായി ഇവിടെ ടെക്നിക്കൽ ബിഡിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ട്രാഫിക് ക്യാമറകൾ എവിടെയൊക്കെ നടത്തിയിട്ടുള്ള പരിചയമുണ്ട് എന്നുള്ളത് കാണിക്കണം. ഈ മധു നമ്പ്യാർ എന്ന് പറഞ്ഞിട്ട് ഈ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തന്നെ പറയുന്നുണ്ട് അവർക്ക് ഇത് ഒരു സ്ഥലത്തും ചെയ്തിട്ടില്ല എന്നും അവരാദ്യമായിട്ടാണ് ചെയ്യുന്നത് എന്നും. അതെ, അവർക്കൊരു പ്രത്യേകം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിങ് ഉണ്ട് എന്നല്ലാതെ ട്രാഫിക് സർവൈലൻസ് ക്യാമറകൾ ആർട്ടിഫിഷ്യലി ഇൻ്റലിജൻസിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനവും അവർ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ട്രാഫിക് ക്യാമറകൾ സ്ഥാപിച്ച് പരിചയമില്ലാത്ത, അതുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ പ്രോജക്റ്റ് പോലും നടത്താത്ത ഒരു കമ്പനിക്ക് എങ്ങനെയാണ് ഈ ടെൻഡറിൽ ടെക്നിക്കൽ ബിഡിൽ വിജയിക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ വിജയിച്ചത് നേർവഴി കൂടല്ല എന്നുള്ളത് വരുന്നു. മറ്റൊരു കാര്യം, ഈ മധു നമ്പ്യാർ തന്നെ പറയുന്നുണ്ട് മറ്റ് കമ്പനികൾ, ബിഡിൽ പങ്കെടുത്ത മറ്റ് കമ്പനികളൊക്കെ മികച്ച കമ്പനികളായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പദ്ധതി, ഇങ്ങനൊരു പദ്ധതി നടപ്പിലാക്കാത്ത ഇയാൾ ടെക്നിക്കൽ ബിഡിൽ വന്നു എന്ന് പറഞ്ഞാൽ അത് ക്രമം വിട്ടുള്ള കാര്യമാണ്. രണ്ട്, ഫിനാൻഷ്യൽ ബിഡിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ബിഡിൻ്റെ മേഖലയിൽ ഫിനാൻസ് ഇവരല്ല കൊണ്ടുവന്നത്, എന്തോ ഈ സെൻട്രിക് എന്നും പറഞ്ഞിട്ടൊരു ടെക്നോളജി കമ്പനിയാണ് ഇതിനകത്ത് പണം മുടക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഫിനാൻഷ്യൽ ബിഡിലും അവർ മുന്നിൽ വന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും അടിസ്ഥാനപരമായി തന്നെ ഈ ടെൻഡറിൽ ലോവസ്റ്റ് ഒരു കാരണവശാലും അവർക്ക് വരാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നതിൽ തന്നെ നമുക്ക് ബോധ്യമാകുന്നു. അദ്ദേഹം നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തങ്ങൾക്കൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 170 പ്രോജക്റ്റുകൾ നടപ്പിലാക്കി എന്ന് പറയുന്നുണ്ട്. ഏതാണ്ട് 16 സംസ്ഥാനങ്ങളിലുണ്ട്, 18ഓളം രാജ്യങ്ങളിലുണ്ട്. അതൊക്കെ IT പ്രോജക്റ്റുകളാണ്. IT പ്രോജക്റ്റുകൾ നടപ്പിലാക്കിയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, IT പ്രോജക്റ്റുകൾ മാത്രം നടത്തി ശീലമുള്ള ഒരു കമ്പനിക്ക് ഇതിൽ ഈ ടെൻഡറിൽ വിജയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ തന്നെ അവിടെ കള്ളക്കളി ഉറപ്പാണ്. കണ്ണൂർക്കാരൻ്റെ ഈ കമ്പനി അവിടെ വന്നിരിക്കുന്നു. കണ്ണൂരുമായിട്ട് ഇപ്പോൾ ഒരു ബന്ധമില്ല, ജനിച്ചതും അതെ അത് നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. വർഷങ്ങളോളം വിദേശത്തായിരുന്നു, നാട്ടിലെ മന്ത്രിമാരുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ല, അതൊരു ബന്ധവും അദ്ദേഹത്തിന് കണ്ണൂരുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഒരു പരിചയമില്ലാതെ ഈ പദ്ധതി കിട്ടിയത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അത് വളരെ വ്യക്തമാണ്. അതിനകത്തേക്ക് ഞാൻ കൂടുതൽ വിശദീകരിച്ച് പോകുന്നില്ല. ഇനി അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്നത് അവിടെയും അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ കമ്പനിക്ക് ഇതുമായി യാതൊരു പരിചയമില്ല എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണം എന്താണ്, മീഡിയാട്രോണിക്സ് എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു കമ്പനി, അവരാണിത് ഇൻ്റഗ്രേറ്റ് ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ പ്രസാഡിയോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ കാര്യം പറഞ്ഞത്, ആ കമ്പനിയാണ് അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ ദുരൂഹത. അതിൽ OM രഞ്ജിത്ത്, ജിതിൻ നെല്ലിക്കോമത്ത്, സുരേന്ദ്രകുമാർ, കിഴുപ്പട വളപ്പിൽ അനീഷ് എന്ന് പറഞ്ഞ് 4 കണ്ണൂർക്കാരും കോഴിക്കോടുകാരുമായിട്ടുള്ള 3-4 പേരാണ് അതിനകത്ത് ഇരിക്കുന്നത്. കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ആ കമ്പനി നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം 2020 രൂപീകരിക്കപ്പെട്ടതെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഈ കരാർ ഇവർക്ക് കിട്ടിയതിന് ശേഷമാണ് ആ കമ്പനി രൂപീകരിക്കപ്പെടുന്നത് എന്നുള്ള കാര്യവും ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഈ പ്രസാഡി എന്ന് പറഞ്ഞ കമ്പനിക്ക് ഇതിൻ്റെ മുഴുവൻ സിവിൽ വർക്കുകളും എത്രയോ കോടി രൂപ, 35-40 കോടി രൂപയുടെ സിവിൽ വർക്കുകൾ കൊടുത്തിരിക്കുന്നു.
സ്വാഭാവികമായി അവർക്ക് വേണ്ടി അവരുടെ എന്തോ പദ്ധതികൾ വിദേശത്ത് ഖത്തറിലും അവിടെ ഇവിടെയൊക്കെ പോയി നോക്കി എന്നൊക്കെ ഇങ്ങനെ സൂപ്പർഫിഷ്യലായി പറഞ്ഞു പോകുന്നതല്ലാതെ ദുബായിലും ഖത്തറിലും ഒമാനിലൊക്കെ പോയി അവരുടെ വർക്കുകൾ കണ്ടിട്ടുണ്ട്, എന്നിട്ടാണ് അവരെ ഏൽപ്പിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് തോന്നുന്നൊരു പ്രാഥമികമായിട്ടുള്ള സംശയം എന്താണെന്നറിയോ, ഈ സിവിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഗൾഫിലും ഖത്തറിലും അവിടെ ഇവിടെയൊക്കെ പോകേണ്ട കാര്യം എന്താ? സിവിൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ എക്സ്പെർട്ടൈസ് വേണ്ട ഒരു വർക്കല്ലല്ലോ. അല്ല, കോടികൾ മുടക്കി ചെയ്യുന്നൊരു പണിയാവും. അല്ല, ഞാൻ പറഞ്ഞത് ഇത്രയും കോടി രൂപ അവർക്ക് കൊടുക്കുമ്പോൾ അതിനേക്കാൾ പിന്നെ സിവിൽ വർക്ക്സ് ചെയ്യാൻ കഴിയുന്ന എത്രയോ പ്രഗത്ഭമായ കോൺട്രാക്റ്റിംഗ് കമ്പനികൾ കേരളത്തിൽ തന്നെ ഉണ്ട്. എത്രയോ പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന ഈ സിവിൽ വർക്ക്സ് ഗംഭീരമായി ചെയ്യുന്ന ഒട്ടനവധി കോൺട്രാക്റ്റിംഗ് കമ്പനികൾ പിന്നെ കേരളത്തിലുണ്ടായിട്ടും പ്രിസാഡിയോ എന്ന് പറഞ്ഞ ഈ കമ്പനിക്ക് കൊടുക്കുന്നു. ആ കമ്പനി 2020 രൂപീകരിച്ചതാവുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് കാര്യങ്ങൾ ക്ലിയറാണ്. അപ്പോൾ SRIT എന്ന് പറഞ്ഞ കമ്പനി ഇൻ്റഗ്രേഷൻ മീഡിയാട്രോണിക്സിന് കൊടുക്കുന്നു. സിവിൽ വർക്ക് പിന്നെ പ്രിസാഡിയോയ്ക്ക് കൊടുക്കുന്നു. ഇതിൻ്റെ AI സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ടെക്നോ പാർക്കിലുള്ള ട്രോയിസ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഒരു കമ്പനിക്ക് കൊടുക്കുന്നു, ഒരു കമ്പനിക്ക് സിവിൽ വർക്ക് കൊടുക്കുന്നു, ഒരു കമ്പനിക്ക് AI സോഫ്റ്റ്വെയർ വർക്ക്. പിന്നെ എന്ത് കുന്തമാണ് ഈ SRIT ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ അതിലേക്കാണ് ട്രിക്കിൾ ഡൗൺ ചെയ്യുന്നത്. പിന്നെ എന്ത് കുന്തമാണ് അവർ ചെയ്യുന്നതെന്നല്ല, പിന്നെ അവരെന്തിനാണ് എന്നാണ്, അതാണ് ചോദ്യം. അപ്പോൾ പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഈ പ്രോജക്റ്റ് കിട്ടിയത്? അപ്പോഴും ഇവർ ഏബിളാണ്, ഇവർ ചെയ്യാൻ കേപ്പബിൾ ആണെന്നാണ് എൻ്റെ ചെയർമാൻ പറയുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ, ഇതിൻ്റെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റും ഇതിൻ്റെ ടെക്നോളജി മാനേജ്മെൻറ്റുമാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നത് എന്താ? ഒരു ചുക്കും അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം അതിൻ്റെ ഇൻ്റഗ്രേഷൻ വേറെ ചെയ്യുന്നു, അതിൻ്റെ സിവിൽ വർക്ക് വേറെ ചെയ്യുന്നു, അതിൻ്റെ സോഫ്റ്റ്വെയർ വേറെ ചെയ്യുന്നു. അത് മൂന്ന് കമ്പനികളാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കമ്പനികൾ ചെയ്യുന്ന കമ്പനികളെ ഏകോപിപ്പിക്കുന്ന പണി മാത്രമാണ് SRIT എന്ന് പറയുന്ന ഈ കണ്ണൂർക്കാരൻ നടത്തുന്ന ഈ ബാംഗ്ലൂർ ബേസ്ഡ് സ്ഥാപനം. ബാംഗ്ലൂർ എന്ന് പറയുമ്പോഴും ചില പ്രശ്നങ്ങൾ അവിടെ വേറെ ഉണ്ട്. കാരണം കേരളത്തിലെ ചില ഒരു പ്രമുഖൻ്റെ പിന്നെ ഒരു ബന്ധു നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം കേന്ദ്രീകരിക്കുന്നത് ബാംഗ്ലൂരിലാണ്. ഇതിൻ്റെ ഒരു സൂം മീറ്റിങ്ങിൽ കേരളത്തിലൊരു പ്രമുഖൻ്റെ ഒരു ബന്ധു പങ്കെടുത്തു എന്നുള്ള വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബന്ധു എന്ന് പറയുമ്പോഴും കണ്ണൂർ ബന്ധം പറയുമ്പോഴും ബാംഗ്ലൂരിലുള്ള ബന്ധം പറയുമ്പോഴും ഒക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, ഇത് കാണുന്നവർക്കും അറിയാം എന്നുള്ളതുകൊണ്ട് അതിൻ്റെ പേരിലേക്ക് നമ്മൾ പോകുന്നില്ല. പാർട്ടി സെക്രട്ടറി പറയുന്നത് ഒറ്റപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് അല്ലാതെ ആയിക്കോട്ടെ, അതങ്ങനെ ആയിക്കോട്ടെ, നമ്മളതിൻ്റെ വിശദാംശങ്ങളിൽ നമ്മൾ പോകണ്ട. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഏറ്റവും കൂടുതൽ ടെക്നിക്കലായിട്ടുള്ള പിന്നെ എക്സ്പെർട്ടൈസ് വേണ്ട ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള ഈ SRIT എന്ന് പറഞ്ഞ കമ്പനി വെറും ഒരു ഈ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള മലയാളത്തിൽ പറഞ്ഞ ഒരു കൂട്ടിക്കൊടുപ്പ് കമ്പനി മാത്രമാണ്. അതെ. അപ്പോൾ ഈ കെൽട്രോൺ എന്താണ് പണിയെന്ന് നമ്മൾ ചോദിക്കേണ്ടത്. അല്ല, കെൽട്രോൺ അത് ഏർപ്പാടാക്കി കൊടുക്കുന്ന, അതിൻ്റെ ഭാഷ ഇത്തിരി മോശമാണെന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ആ പണിയാണ് കെൽട്രോൺ ചെയ്യുന്നത്. അതിപ്പം എല്ലാവർക്കും അറിയാവുന്നുണ്ട്, അതിൻ്റെ ആ വാക്കിലേക്ക് ഞാൻ പോകുന്നില്ല. അതാണ് കെൽട്രോണിൻ്റെ കാര്യം, കെൽട്രോണിൻ്റെ ജോലി അതാണ്. എന്തായാലും SRITയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ചുക്കും ചുണ്ണാമ്പും അറിയാൻ മേലാത്തൊരു കമ്പനിയാണ്. ആ കമ്പനി ഈ അറിയാവുന്ന കമ്പനികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പണിക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ കൂലി, അത് ഈ പറഞ്ഞ പോലെ പല രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞ പോലെ നോക്കുകൂലി എന്ന് വേണമെങ്കിൽ പറയാം, 6-7 കോടി രൂപ അതിൻ്റെ പലിശ മേടിക്കുമെന്ന് വെച്ചാൽ പലിശയും കൂടെ ചേർത്താണ് മേടിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ ഫണ്ട് മുടക്കിയിട്ടുള്ളത് ഈ സെൻട്രി ടെക്നോളജി എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അവർ ഞങ്ങളുടെ ഒരു സ്ഥിരം ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ട്ണറാണ്. അവരാണ് പണം മുടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരാരാണ്, എന്താണ്, അതിൻ്റെ ഉടമ ആരാണ്, അയാൾ ഇതിനു വേണ്ടി മുടക്കിയ പണം എവിടെ നിന്നാണ് വന്നത്, ഇതൊന്നും ആർക്കും യാതൊരു പിടിയില്ല. എന്തായാലും അയാളാണ് മുടക്കുന്നതെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രിക്കിൾ ഡൗൺ ചെയ്തു വരുമ്പോഴത്തേക്കും SRIT എന്ന് പറഞ്ഞ കമ്പനിക്ക് എന്തടിസ്ഥാനത്തിലാണ് ഈ കരാർ കിട്ടിയത് എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. എന്താ കാരണം? SRIT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് IT കമ്പനികളെ പോലെ ഒരു IT കമ്പനി മാത്രമാണ് SRIT. IT കമ്പനികളെന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ SRIT 170 പ്രോജക്റ്റ് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ 1700 പ്രോജക്റ്റ് നടപ്പിലാക്കിയിട്ട് പിന്നെ IT കമ്പനികളുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് കിട്ടിയിട്ടില്ല. അവർക്ക് കിട്ടാതെ ഇതിലൊരു ടെക്നിക്കൽ എക്സ്പെർട്ടൈസും ഇല്ലാത്ത SRIT എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും കണ്ണൂർ, ബാംഗ്ലൂർ, പ്രമുഖൻ, ബന്ധു, ഇതൊക്കെ ഇതിനകത്ത് വലിയ ഘടകങ്ങളായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ബാംഗ്ലൂരിൽ നിന്ന് SRIT, ഹൈദരാബാദിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഒക്കെ കമ്പനികളും പങ്കെടുക്കുമ്പോൾ ഈ മധു നമ്പ്യാർ പറയുന്നുണ്ട്, ടെക്നിക്കലി എല്ലാ സപ്പോർട്ടിനും നമ്മൾ ആശ്രയിച്ചിരിക്കുന്നതെല്ലാം കേരള ബേസ്ഡ് കമ്പനികളാണ് എന്ന്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ ഓപ്പൺ ടെൻഡറിൽ നേരത്തെ കേരളത്തിൽ നിന്ന് കേപ്പബിളായ ഒരു കമ്പനി മുന്നോട്ട് വന്നില്ല?
അല്ല, അത് സുപ്രധാനമായൊരു ചോദ്യം. പക്ഷേ ഈ മധു നമ്പ്യാരുടെ ഈ സംസാരത്തിലുള്ള വലിയൊരു പ്രശ്നം എന്താണ്? ഈ കേരള ബേസ്ഡ് കമ്പനികളെ തന്നെ പിന്നെ ഇതിനകത്ത് തിരഞ്ഞെടുക്കണമെന്നുള്ളതിന് നിർബന്ധം എന്താണ്? ഇല്ല, നിർബന്ധമില്ല. അതിന് എന്ത് മാനദണ്ഡമാണുള്ളത്? ടെക്നിക്കലായി ഏറ്റവും കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള കമ്പനികൾ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തുണ്ടെങ്കിലും അവരെയല്ലേ ഇതിനകത്ത് തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ കേരള ബേസ്ഡ് കമ്പനികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യുക്തി എന്താണ്? ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് അല്ലേ ഇതിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് വരുന്നത്, അല്ലാതെ സംസ്ഥാനത്ത് ഏത് സംസ്ഥാനത്തും വന്നു എന്നുള്ളതല്ല. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വരുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊരു വലിയ പെരുംകൊള്ളയാണ്. എന്നിട്ടിപ്പോൾ പറയുന്ന എന്താണ്, 3 മാസം കൂടുമ്പോൾ പിന്നെ അതായത് 5 വർഷം കൊണ്ട് 20 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പണം കൊടുക്കുമെന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ പലിശയും കൂടെ വാങ്ങിക്കുമെന്ന് പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു പിന്നെ ഒരു വർഷം 4 ക്വാർട്ടറിലായിട്ട് ഓരോ ക്വാർട്ടറിലും 11 കോടി രൂപ വീതം കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് ഒരു പിന്നെ ഈ സേവനങ്ങളെല്ലാം കൂടെ കൂട്ടിക്കെട്ടി കൊടുക്കുന്ന ഒരു പണി മാത്രം ചെയ്യുന്ന SRITക്ക് പിന്നെ 6-7 കോടി രൂപ വീതം ഇങ്ങനെ കിട്ടുകയാണ്. എന്തടിസ്ഥാനത്തിലാണ് ഓരോ ഘട്ടത്തിലും ഉണ്ടെന്നല്ലോ. ഇപ്പൊ സർക്കാർ എന്ന് പറയുന്ന ഗതാഗത വകുപ്പ് കെൽട്രോണിന് കൊടുക്കുന്നു, കെൽട്രോൺ SRITക്ക് കൊടുക്കുന്നു, SRIT മറ്റ് 3 കമ്പനികൾക്ക് കൊടുക്കുന്നു. അപ്പൊ ഈ സർക്കാർ പണം കൊടുക്കേണ്ടത് ഈ കെൽട്രോണിനാണോ SRITക്കാണോ? അല്ല, ഇതിനകത്ത് സംഭവിക്കുന്നത് എന്താണ്? അടിസ്ഥാനപരമായി ഇതിനകത്ത് പണം മുടക്കിയവന് അവനിലാണ് ഈ പണം എത്തിച്ചേരുക ആത്യന്തികമായി പണം എത്തിച്ചേരുക. കാരണം അയാളാണല്ലോ പണം മുടക്കുന്നത്. പക്ഷേ ആ കൊടുക്കുന്ന പണത്തിനോടൊപ്പം തന്നെ വലിയൊരു തുകയും കൂടെ ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത് എന്താണ്, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്നും പറഞ്ഞിട്ട് 4 മാസം കൂടുമ്പോഴത്തേക്ക് 11 കോടി രൂപ കൊടുക്കുന്നവർ. അപ്പോൾ ആത്യന്തികമായിട്ട് എന്താ സംഭവിക്കുന്നത്? ഇതിനകത്ത് ഒരു പണിയും ചെയ്യാത്ത, മെയ്യനങ്ങാത്ത, വിയർപ്പുഴക്കാത്ത SRIT എന്ന് പറഞ്ഞ കമ്പനിക്ക് പിന്നെ കോടികൾ ഇതിനകത്തുനിന്ന് കിട്ടുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തലയൊക്കെ പറഞ്ഞ പ്രശ്നമുണ്ട്. 151 കോടിയായിരുന്നത് 262 കോടിയായി എങ്ങനെയായി മാറിയെന്നും, ഈ കോൺട്രാക്റ്റിനകത്ത് 151 കോടി. ഇപ്പോൾ ഈ മധു നമ്പ്യാർ തന്നെ 128 കോടി പ്ലസ് GST എന്ന് പറയുമ്പോൾ അപ്പം 151 കുറിച്ചാണ് അവർ മധു നമ്പ്യാർ വരെ പറയുന്നത്. പക്ഷേ 151 കോടിയെ പറ്റി പറയുമ്പോഴത്തേക്കും അത് 236 കോടി 26 കോടി ആയത് എങ്ങനെയാണെന്നുള്ള രമേശ് ചെന്നിത്തലയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണുന്നത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിമുടി അഴിമതിയാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇതിനകത്ത് ഒരു പണിയും ചെയ്യാത്ത SRITക്ക് കോടികൾ ഇതിനകത്തുനിന്ന് കിട്ടുന്നു. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഇതിൽ നിന്ന് ഇത് ജനങ്ങളിൽ നിന്ന് ഈടാക്കാൻ പോകുന്ന വലിയൊരു തുക, എന്തോ 2-3 വർഷം കൊണ്ട് എന്തോ 500 കോടി പിരിക്കാം എന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷൻ എഴുതി കൊടുത്തു എന്നാണ് പറയുന്നത്. മനസ്സിലായി? അപ്പം ആ പിരിച്ച തുകയും കൂടി പിന്നെ ഇവർക്ക് കിട്ടാൻ പോകുന്നു. അപ്പം വേറെ ഗുരുതരമായ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരെല്ലാം പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറയാണ്, ഹൈ സ്പീഡ് ക്യാമറയാണ്, HD ക്ലാരിറ്റി ദൃശ്യങ്ങൾ കിട്ടും. പക്ഷേ ഇത് ഉറപ്പ് വരുത്തും? ഇത് സാധാരണ മനുഷ്യന് ഇത് എങ്ങനെ മനസ്സിലാവും ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ക്യാമറകളാണ് എന്ന്? അല്ല, അത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. അതായത് ഇത് ഇവർ നമ്മളോട് പറയുന്നത് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതല്ലാതെ അതിലപ്പുറം നമുക്കൊന്നും ചെയ്യാനില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ എന്നോട് ഗൾഫിലുള്ള ആ ഒരു സുഹൃത്ത് പിന്നെ കഴിഞ്ഞ ദിവസം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത്, അയാളുടെ കമ്പനി പിന്നെ ഗൾഫിലെ ഏതോ ഒരു സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിന് 5 ക്യാമറകൾ ചെയ്തു കൊടുത്തു. 5 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകൾ ഏതാണ്ട് 1-2 ലക്ഷം രൂപയുടെ അടുത്ത് ചിലവഴിച്ചിട്ടുള്ളതെന്ന് അയാൾ എനിക്കൊരു ഓഡിയോ ഇട്ട് തന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പം ഇതിനകത്തുനിന്ന് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ നിങ്ങൾക്ക് സ്പെസിഫിക്കേഷൻ വേറെയാണ് മാറെയാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ എന്താണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ, ഇതെന്തൊക്കെ ചുമതലകളാണ് നിർവഹിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമുക്ക് യാതൊരു ധാരണയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിന് ചിലവ് കൂടുതലല്ലേ എന്ന് മധു നമ്പ്യാരോട് ചോദിക്കും. മധു നമ്പ്യാർ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു വാർത്തയെക്കുറിച്ചിട്ട് പറയുന്നു. 89, അതായത് ലക്നൌവിൽ 89 ക്യാമറകൾ സ്ഥാപിച്ചത് 110 കോടി രൂപയ്ക്കാണെന്നും ഇവിടെ 726 ക്യാമറകൾ സ്ഥാപിക്കുമ്പോൾ 250 കോടി രൂപ വരുന്നുള്ളൂ എന്നും അയാൾ പറയുന്നുണ്ട്. മുമ്പ് സുപ്രീം കോടതി എന്തോ ഉത്തരവിട്ടൊരു വിധിന്യായത്തെ പറ്റി പറയും പോലെ ആധികാരികമായാണ് അത് പറയുന്നത്. അപ്പോൾ അതിനെ കഴിഞ്ഞ ദിവസം പിന്നെ ഏഷ്യാനെറ്റിൽ ചർച്ച നടന്നപ്പോഴത്തേക്ക് വിനുവിയും ചോദിച്ചൊരു ലളിതമായ ചോദ്യമുണ്ട്. അതിൻ്റെ സ്പെസിഫിക്കേഷനും ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കൂടെ അല്ലേ കമ്പയർ ചെയ്യേണ്ടത്? സ്പെസിഫിക്കേഷൻ മാറുന്നതനുസരിച്ചിട്ടല്ലേ വില മാറുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? നമുക്കറിയില്ല ഇതിനകത്ത് ഇവരെന്താണ് കൊണ്ടുവന്ന് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഇതെന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് സംബന്ധിച്ച് ജനങ്ങൾക്ക് പരിശോധിക്കാനുള്ള യാതൊരു
പിന്നെ വഴികളും അതിനകത്തില്ല. രമേശ് ചെന്നിത്തല പറയുന്നത് വിവരാവകാശം ചോദിച്ചപ്പോൾ ആ വിവരാവകാശത്തിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തില്ല എന്നുമാണ്. മനസ്സിലായി. അപ്പോൾ സ്വാഭാവികമായും ഇത് സംബന്ധിച്ച് മറുപടി കൊടുക്കാൻ മടിക്കുന്നു. ഗതാഗത മന്ത്രിയോട് എന്ത് ചോദിച്ചാലും പറയുന്നത് നിങ്ങൾ കെൽട്രോണിനോട് ചോദിക്കൂ. ഗതാഗത വകുപ്പിന് ഇതേക്കുറിച്ച് അറിയാമെങ്കിൽ ഇത്തരം കാര്യം ഞങ്ങൾ കെൽട്രോണിനെ ഏൽപ്പിക്കില്ലല്ലോ. ഗതാഗത വകുപ്പിന് ഇതൊന്നും അറിയില്ല എന്നാണ് മന്ത്രി പറയുന്നത്. അതായത് ഗതാഗത മന്ത്രിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഗതാഗത മന്ത്രി പറയുന്നത് എന്താണ്? ഞാൻ വരുന്നതിന് മുമ്പ് തീരുമാനിച്ചതാണിത്, അതുകൊണ്ട് എനിക്ക് ഉത്തരവാദിത്വമില്ല. 2020 ഇതിൻ്റെ കരാറുകളെല്ലാം ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഉത്തരവാദിത്തമില്ല. നടപ്പിലാക്കുന്ന കെൽട്രോണാണ്, അവരോട് ചോദിക്കൂ എന്നൊരു മന്ത്രി നമ്മളോട് പറയുന്നു. വേറൊരു മന്ത്രി വന്നിട്ട് പറയുന്നതാണ് എനിക്ക് ഓർമ്മയില്ലെന്നാണ് പറയുന്നത്. വനം വകുപ്പ് മന്ത്രിയായിരുന്നു അന്ന് ഗതാഗത മന്ത്രി. അയാൾ പറയുന്നത് എനിക്ക് ഓർമ്മയില്ലെന്ന്. അപ്പോൾ ഒരു മന്ത്രിക്ക് തലയ്ക്ക് ഓർമ്മയില്ല, ഓർമ്മശക്തി ഇല്ലാത്ത ഒരു മന്ത്രി. രണ്ടാമത്തത് ഒരു പൊട്ടൻ മന്ത്രി. കാരണം എനിക്കറിയില്ല അത്. പിന്നെ അപ്പോൾ ജനത്തിൻ്റെ ഒരു അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. 262 കോടി രൂപയുടെ പദ്ധതിയിൽ അഴിമതിയുണ്ടെന്ന് കാര്യകാരണ സഹിതം വിവരം പുറത്തു വന്നതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഒരു മന്ത്രി പറയുന്നു 2020 2020 ഇരുന്ന മന്ത്രി പറയുന്നു ഓർമ്മയില്ലാന്ന്. ഇതാണ് നമ്മൾ മലയാളികളുടെ ഒരു ഗതികേട്. നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു മന്ത്രിസഭയുടെ മന്ത്രിമാരാണ് ഇതുപോലുള്ള പൊട്ടത്തരം നമ്മളോട് വിളിച്ചു പറയുന്നത് എന്ന് നമ്മൾ ഓർക്കണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് വലിയൊരു അഴിമതി പദ്ധതിയാണ്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വേറെ പല പല പ്രശ്നങ്ങളുണ്ട്, നിയമപ്രശ്നങ്ങളുണ്ട്, മനുഷ്യന്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ ദൃശ്യങ്ങൾ ഏതോ സോഫ്റ്റ്വെയറിൽ ഇവർ കളക്ട് ചെയ്യുകയാണെന്ന് പറയുന്നു. എത്ര നാൾ ഇരിക്കുമെന്നോ, ഇത് ആരിലേക്ക് എത്തുന്നെന്നോ, ഇത് സൂപ്പർവൈസ് ചെയ്യുന്നത് ആരെന്നോ വ്യക്തമല്ല. അതായത് നമ്മൾ ഈ സ്പ്രിംഗ്ലർ അഴിമതി ഉണ്ടായപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്, നമ്മുടെ ആരോഗ്യ വിവരങ്ങൾ ഇവിടുന്ന് വിദേശത്തേക്ക് പോകുന്നു. മനസ്സിലായി. ഈ ക്യാമറയിലൂടെ നമ്മുടെ എന്തൊക്കെ വിവരങ്ങളാണ് ചോർത്തിയെടുക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് യാതൊരു ധാരണയില്ല. ആ ചോർത്തിയെടുത്തിട്ടുള്ള വിവരങ്ങൾ ഇവിടെ തന്നെ നിലനിൽക്കുമോ അതോ വിദേശത്തേക്ക് കൊടുത്ത് ആരെങ്കിലും പൈസ മേടിക്കുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ മധു നമ്പ്യാർ തന്നെ അത് പറയുന്നുണ്ട്. അതായത് ഓൺലൈനായി ദൃശ്യങ്ങൾ എത്രയും പെട്ടെന്ന് കൈമാറ്റം ചെയ്യാനുള്ള ഒരു കഴിവുള്ളതാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ക്യാമറ എന്ന് പറയുന്നതെന്ന് പുള്ളി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള കാര്യം എന്താ പറയുക, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഡേറ്റയ്ക്കൊക്കെ വലിയ വിപണന സാധ്യത ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെ. ഇപ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങളുള്ളത് ഇന്ത്യയിൽ. 1.5 കോടി വാഹനങ്ങളുണ്ട്. ഈ വാഹനങ്ങളുടെ നമ്പർ കാര്യങ്ങൾ ഇതൊക്കെ കിട്ടാൻ പിന്നെ വാങ്ങാൻ താല്പര്യമുള്ള കമ്പനികൾ, ഇൻഷുറൻസ് കമ്പനികൾ, അതുപോലുള്ള പല പല കമ്പനികളുണ്ട്. ആ കമ്പനികൾക്കൊക്കെ കൊടുക്കാൻ പാകത്തിന് എന്തൊക്കെ വിവരങ്ങളാണ് ഇവരെ ഇവിടുത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് പറയാൻ കഴിയില്ല. മനസ്സിലായി. ഇപ്പം ഈ വാഹനങ്ങളിലൊക്കെ പോകുന്ന പിന്നെ ജനങ്ങളുടെ പടവും ചിലപ്പോൾ ഇവരെടുക്കുന്നുണ്ടാവണം, ഈ ക്യാമറകൾ എടുക്കുന്നുണ്ടാവണം, നമുക്കറിയില്ല. മനസ്സിലായി. കാരണം നമ്മളോട് ഈ ക്യാമറയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായും ഒരു വലിയ ഡാറ്റാ ബേസ്, ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഇതിനു മുമ്പ് മറ്റേ ഡേറ്റാ സെൻറ്റർ പ്രൈവറ്റൈസ് ചെയ്ത സമയത്ത് ഉയർന്നു വന്നൊരു വിവാദം ഉണ്ടായിരുന്നു. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഒട്ടേറെ വിവരങ്ങളടങ്ങുന്ന വലിയ ഡേറ്റാബേസ് ഇരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഡേറ്റാ സെൻറ്ററിലാണെന്നും അത് പ്രൈവറ്റൈസ് ചെയ്യുമ്പോഴത്തേക്കും അത് മിററിങ് നടത്തി പകർത്തിയെടുത്ത് അത് പിന്നെ വിറ്റ് കാശാക്കാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അതിന് സമാനമായി 1.5 കോടി വരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതാണ് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക.